യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അയ്യോ മോളെ, ദേഷ്യം വന്നിട്ട് ചെയ്തല്ലാട്ടോ. കണ്ടറിഞ്ഞാലും കൊണ്ടറിയണമെന്ന് പറയില്ലേ, ആ ക്യൂരിയോസിറ്റി കൊണ്ട് ചെയ്തു പോയതാ. ഇപ്പൊ വരാട്ടോ. കാണിച്ചു തരാം എല്ലാത്തിനും ഞാൻ. താനോട് നിക്കടോ ഇത്ര നേരം? അടുക്കള കുറച്ച് പണിയുണ്ടോ ചേട്ടാ? അതിന് അമ്മയും കനകച്ചില്ലേ? അത് ശരി. എന്ന് കരുതി നമ്മള് സഹായിച്ചു കൊടുക്കണ്ടെന്നാണോ? ഒരു 5 മിനിറ്റ് ഇവിടെ നിന്ന് കഴിഞ്ഞാ അതുകൊണ്ട് വൈകുന്ന അടുക്കളപ്പണിയാണെങ്കിൽ അങ്ങ് വൈകട്ടെ. എന്താ ചേട്ടാ ഇത്? രാവിലെ തന്നെ കിന്നരിക്കാനാണോ പ്ലാൻ? അതിന് കിന്നരിക്കാൻ അങ്ങനെ സമയം കാലമൊക്കെ ഉണ്ടോ? നമുക്ക് എപ്പോ ഇഷ്ടം തോന്നുന്നു അപ്പോഴൊക്കെ കിന്നരിക്കണം. എന്താ? ആ പൂതിയും വെച്ച് മോൻ ഇവിടെ തന്നെ ഇരുന്നോ, ഞാൻ എന്റെ പണി നോക്കട്ടെ. പോയിക്കോ. പോകുന്നതിന് മുമ്പ് തനിക്ക് രസമുള്ള ഒരു കാഴ്ച കാണിക്കാനുണ്ടായിരുന്നു. രസമുള്ള കാഴ്ചയോ? എന്താ? താനേ ദാ അങ്ങോട്ട് നോക്കിയേ. എന്തൊരു ശ്രദ്ധയല്ലേ മധുവാന്റിക്ക്. തേപ്പിക്കുന്നതിനിടയില് ആ ബ്രഷ് വെച്ചൊരു കുത്തു കൊടുത്താ മതി, അവളുടെ കോമയൊക്കെ അവിടെ തീരും. അതെന്താടോ അങ്ങനെ? അജുവേട്ടൻ വിചാരിക്കുന്നുണ്ടോ അവൾ ഒന്നും അറിയാതെ ഇരിക്കപ്പിണ്ടം പോലെ ജീവിക്കുകയാണെന്ന്? അല്ലാതെ പിന്നെ അജുവേട്ട ഇതൊക്കെ അവളുടെ അടവാന്നാ എനിക്ക് തോന്നുന്നേ. അടവോ? ആയിരിക്കുന്നേ. അത് തനിക്ക് പ്രിയോട് ദേഷ്യമുള്ളതുകൊണ്ട് തോന്നുന്നു. അവളോട് എനിക്ക് ദേഷ്യമൊക്കെ ഉണ്ട്, പക്ഷെ എന്റെ മനസ്സ് പറയുന്നത് ഇതൊക്കെ അവളുടെ അടവാന്നാ. ഒരാൾക്ക് ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റുമോ? സാധാരണ മനുഷ്യർക്ക് പറ്റില്ല, പക്ഷെ പ്രിയക്ക് പറ്റും. പണ്ടേ സ്നേഹസദനത്തിൽ അവളുടെ എത്ര തട്ടിപ്പുകൾ കണ്ടിട്ടുള്ളതാ ഞാൻ. ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെയല്ല, വേറെ പല രീതിയില്. ഇത്തിരി ഉള്ളപ്പോ മുതല് നുണയ അഭിനയമാണ് ഇവളുടെ കൈമുതല്. ആഴ്ചയിലൊരിക്കല് എല്ലാ കുട്ടികളും ചേർന്ന് വേണം അനാഥാലയം വൃത്തിയാക്കാൻ. അതുവരെ കളിച്ചു ചിരിച്ച് നടന്ന അവക്ക് ആ സമയമാവുമ്പോ ഒന്നെങ്കിൽ വയറുവേന, അല്ലെങ്കിൽ നെഞ്ചുവേന, അല്ലെങ്കിൽ കാലുവേദന. ഒരു ദിവസം കണ്ണ് കാണാൻ പാടില്ല എന്ന് പറഞ്ഞായിരുന്നു അവളുടെ അഭിനയം. കണ്ണ് കാണില്ലെന്നോ? അത് കൊള്ളാലോ. എന്നിട്ട് ചുറ്റും ഇരുട്ടാണെന്ന് പറഞ്ഞ് നിലവിളിയോട് നിലവിളി. എന്തിനാണെന്നറിയോ? എല്ലാ ആഴ്ചയും ഒരു കുട്ടി മഹാത്മാഗാന്ധിയുടെ ഒരു പുസ്തകം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഉറക്ക വായിച്ച് വിശദീകരിക്കണമെന്ന് സ്നേഹസദനത്തിലെ അച്ഛൻ തീരുമാനിച്ചു. ആദ്യത്തെ തവണ ഞാനായിരുന്നു, രണ്ടാമത്തെ ആഴ്ച ഇവളുടെ ഊഴം. സമയം വന്നപ്പോ അതീന്ന് രക്ഷപ്പെടാൻ ഇവള് പറഞ്ഞതാണ് കണ്ണ് കാണുന്നില്ലെന്ന്. ശരിക്കും? പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ചേട്ടാ. ഞങ്ങളൊക്കെ എന്തൊക്കെ കാണിച്ചാലും ഇവള് കാണുന്നില്ലെന്ന് പറയും. അന്നേ ഡോക്ടർമാരെ വരെ 1 മണിക്കൂറിന് മേലെ ഇവള് പറ്റിച്ചു. എന്നിട്ട് അവസാനം ഈ കള്ളത്തരം പിടിച്ചോ? ആശ്രമത്തിലുണ്ടായിരുന്ന ഒരു അമ്മമ്മയുടെ അടവില് ഇവള് തലയും കുത്തി വീണു. എങ്ങനെ? ഒരു മെഴുകുതിരി കത്തിച്ച് കാണുന്നുണ്ടോന്ന് ചോദിച്ചു. ഇല്ലാന്ന് പറഞ്ഞപ്പോ മെഴുക് അവളുടെ കാലിലേക്ക് ഒഴിച്ചു. പൊള്ളീന്ന് പറഞ്ഞപ്പോ ഇനി കണ്ണിലേക്ക് ഒഴിച്ചാ കാഴ്ച കിട്ടുന്നു പറഞ്ഞ് അവളുടെ കണ്ണിലേക്ക് ഒഴിക്കാൻ നോക്കിയതും ദാ ഇപ്പൊ കാണാന്ന് പറഞ്ഞൊരൊറ്റ ചാട്ടം. 12ാം വയസ്സില് ഇവക്കത് ചെയ്യാവെങ്കി ഈ പ്രായത്തില് ഇവൾ അതിനപ്പുറം ചെയ്യുന്ന എനിക്ക് ഉറപ്പാ. പക്ഷെ ഇപ്പൊ അവൾ അങ്ങനെ അല്ല പൂജ. ഡോക്ടർ എന്നോട് പറഞ്ഞതാ. ഏത് ഡോക്ടറെയും പറ്റിക്കാനുള്ള മിടുക്ക് അവ കൊണ്ടാ ചേട്ടാ.
ഇവളുടെ മുന്നിലേ ആ അമ്മൂമ്മയുടെ അടവേ ഫലിക്കും. ഞാൻ കാണിച്ചു കൊടുക്കാം. പൂജ, പൂജ, കനേച്ചി, എന്താ മോളെ? അനുക്കുട്ടിയുടെ പല്ലുതീപ്പ് കഴിഞ്ഞു. മോക്ക് ചായ കൊടുത്തേക്കണേ. എന്താ കനേച്ചി, പറഞ്ഞു കേട്ടില്ലേ? അല്ല, കൊടുത്തേക്കാം. എന്നാ വേഗം ആയിക്കോട്ടെ. ആ, നല്ല കടുപ്പത്തിലൊരു ചായ ഇടുതല്ലേ. നിന്നെ നല്ല ചായ തന്നെ ഞാൻ കുടിപ്പിക്കാടി. പ്രിയേ, ഗുഡ് മോർണിംഗ്. ആ, സാധാരണ ഗുഡ് മോർണിംഗ് ഒന്നും കേട്ടാ നീ അനങ്ങില്ലെന്ന് അറിയാം. അതുകൊണ്ട് ഇന്ന് നിനക്ക് വേറൊരു തരത്തിലുള്ള ഗുഡ് മോർണിംഗ് തരാന്ന് വിചാരിച്ചു. നിനക്ക് പണ്ടേ സ്നേഹസദനത്തിൽ അച്ഛൻ നമ്മളെ പേടിപ്പിക്കാറുണ്ടായിരുന്നത് ഓർമ്മയില്ലേ പ്രിയേ? ഇതുപോലൊരു ചൂരല് എപ്പോഴും സ്നേഹസദനത്തിൽ അച്ഛൻ സൂക്ഷിച്ചു വെക്കുമായിരുന്നു. എന്നിട്ട് പറയും, നിങ്ങൾ തെറ്റ് ചെയ്താൽ ഇതിൽ എണ്ണ പുരട്ടി നിങ്ങളുടെ കാൽ വെള്ളയിൽ ഞാൻ തല്ലുംന്ന്. പക്ഷേ ഒരിക്കലും അച്ഛൻ നമ്മളെ അങ്ങനെ തല്ലിയില്ല. പക്ഷേ നീ തല്ലി, അതും എന്നെ. ഓർമ്മയുണ്ടോ? നാശം, ഇവിടെ എന്തൊക്കെയായി ഓർത്തു പിടിച്ച് വരുന്നത്? അന്നൊരു ദിവസം ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ ആ ചൂരല് തപ്പിയെടുത്ത് അതിന്മേൽ വെളിച്ചെണ്ണ പുരട്ടി നീ എന്നെ മതിയാവോളം തല്ലി. ഞാൻ എഴുന്നേറ്റ് കരഞ്ഞിട്ടും നീ അടി നിർത്തിയില്ല. അവസാനം നിന്നെ അച്ഛൻ പിടിച്ചു മാറ്റി കാരണം ചോദിച്ചപ്പോ നീ പറഞ്ഞത് ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. അന്ന് നീ ചെയ്തതിന് പ്രതികാരമായിട്ടല്ല, പക്ഷേ വേദനയുണ്ടാവോന്ന് അറിയാനായിട്ട്. നമുക്കേ ഇന്നതങ്ങ് പരീക്ഷിക്കാം. എന്താ? അടിച്ചവളുടെ കാൽവെള്ളം പൊളിക്കുമോളെ. ഇങ്ങോട്ടെടുക്ക്, ഞാനേ വെളിച്ചെണ്ണ പുരട്ടിക്കൊണ്ട് വരാം. ഇവളെ ഇന്ന് ശരിയാക്കണം. പിടിച്ചു നിൽക്കാനുള്ള ശക്തി തരണ ഈശ്വര. എടി പൂജേ, ഞാൻ ഈ അഭിനയം വിട്ട് മാറുന്ന ദിവസം ഇതിനെല്ലാത്തിനും കൂടെ പകരം തീർക്കൂടി. കൊടുക്കുമോളെ അവക്ക്. കാൽവെള്ള തല്ലുമ്പോഴുള്ള വേദന അവളും അറിയട്ടെ. കാല് ഞാൻ പിടിച്ചു തരാം. അടിക്കുമോളെ. കൊടുക്കുമോളെ അങ്ങോട്ട്. താനെന്തേ കാണിക്കുന്നത്? ഞാൻ കാര്യമായിട്ട് പറഞ്ഞു ചേട്ടാ, ഇവളുടെ അഭിനയം ഞാൻ ഇന്ന് അവസാനിപ്പിച്ചേ. ആയിക്കോട്ടെ, അതിങ്ങനെ തല്ലിയ ശരിയാവോ? ഇവൾക്ക് വേദനിക്കുന്നതുകൊണ്ടല്ല, പൊട്ടി മുറിവുണ്ടായ പിന്നെ അത് മതി നമുക്കെതിരെ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വാദിക്കാൻ വേണ്ടി. നമ്മുടെ കേസിന് സഹായമാവാൻ വേണ്ടി ഇവൾക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. പുറമേ മുറിവുകൾ കണ്ടാലേ അത് വലിയ ഇഷ്യൂ ആവും. മനസ്സിലായി. ഒരുമാതിരി പോലീസുകാർ ഇടിക്കും പോലെ ഇടിക്കണം അല്ലേ മോനെ? അയ്യോ, ഇടിക്കാനും കൊല്ലാനും നിൽക്കണ്ട, അല്ലാതെ പറ്റുന്നതൊക്കെ അങ്ങ് ചെയ്തേക്ക്. എന്താ ഇവിടെ? എന്താ ചേച്ചി? വെറുതെ ഓരോന്ന് പറഞ്ഞിരിക്കായിരുന്നു. മധുമോൾ ഇരുത്തി പോയതാ. ചായ കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തോ? ഇല്ല. കൊടുത്തേക്ക് കനേച്ചി.
ഇനി നമ്മൾ നേരാ നേരത്ത് ഭക്ഷണം കൊടുക്കാതിരുന്നിട്ട് ബോധം കിട്ടാതിരിക്കണ്ട. അതെ അതെ, ഞാനതിപ്പോ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. ഇപ്പൊ കൊടുക്കാം.